മാങ്ങ തീരാനായിരുന്നു. അപ്പൊ ഞങ്ങള് കുറച്ച് പുളിശ്ശേരിയും കുറച്ച് ജാമും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അവിടുന്ന് വർഷത്തില് വല്ലപ്പോഴൊക്കെ അത് ഉണ്ടാവുള്ളൂ. ഹായ്, അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ മമ്മീന്റെ മുഖം ഇങ്ങനെ ആയതെന്താന്ന് ചാച്ചൻ പറയും. കെട്ടിയോളെ സുന്ദരിയായിരുന്നു, കുറച്ചും കൂടെ സൗന്ദര്യം വെക്കാൻ വേണ്ടി ഡൈ ചെയ്തു. ഇപ്പോൾ മുഖമൊക്കെ അലർജി ആയിട്ട് തടിച്ച് അവ ഡൈ ചെയ്യാൻ പാടില്ല, കെമിക്കൽ ഉണ്ടാവും. ഒരിക്കലും ഡൈ ചെയ്യരുത്, ആരും ചെയ്യരുത്. അപ്പൊ ചാച്ചൻ എനിക്ക് സന്തോഷമാവും ആരും ചെയ്യാണ്ടിരിക്കുന്നു. അപ്പൊ ചാച്ചനെ കൊണ്ട് ചെയ്യിക്കോ? മമ്മി മുടി നരിക്കുമ്പോ ചാച്ചന്റെ മുടി നരിക്കണല്ലോ, അങ്ങനല്ലേ ഒരു ടാലി അവിടെ ഉണ്ട്. ചാച്ചൻ ചെയ്യും. എന്താ പറയാ, സെറ്റപ്പ് ആണ്. അല്ല, ആയുർവേദം ചെയ്യാം നമുക്ക്. ആയുർവേദം കൊണ്ടൊന്നും വേണ്ട, നിർത്തി മമ്മിക്ക് വേണ്ടി ഇരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബിലേക്ക് വെൽക്കം. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി മാങ്ങ വേവിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന മാങ്ങ നാടൻ മാങ്ങ കേട്ടോ, നാട്ടുമാങ്ങ എന്നും പറയും അതിന്. അത് നല്ല മധുരം, അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ്. അത് തൊലിയോടെ തിന്നാൻ തന്നെ നല്ല രുചിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള ചേരുവകളാട്ടോ ചേർക്കുന്നത്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാന്താരി, അത് വെള്ളക്കാന്താരി, ഇവിടെ വെള്ളക്കാന്താരി എന്നാണ് അതിനെ പറയണേ. അതും ഉപ്പും കറിവേപ്പിലും പിന്നെ അത്യാവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അത് ഒന്ന് വേവിച്ചെടുക്കണം. ഹാഫായിട്ട് അത് കുക്കായാൽ മതി. അത് ഫുള്ളായിട്ട് കുക്കാവണ്ട, ഹാഫ് കുക്ക് ചെയ്താൽ മതി. അത് എനിക്ക് അറിഞ്ഞൂടോ കേട്ടോ. കാന്താരി വലിയ എരിവുണ്ടാവില്ല, മൂക്കാത്ത മുളകല്ലേ. എരിവ് കൂടോ? മൂത്തിട്ടില്ലല്ലോ മുളക്. അപ്പൊ എരിവുണ്ടാവില്ല. തേങ്ങ അടിക്കണം മിക്സിയില്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരകം ഇട്ടിട്ട് അടിക്കണം മിക്സിയില്. അപ്പൊ ഇതിപ്പോ ഞങ്ങൾക്ക് തുറന്നു നോക്കാം. ഇത് പകുതി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി തേങ്ങ വെക്കല്ലേ. ഇത് തേങ്ങയും ജീരകവും ചേർത്ത പേസ്റ്റ് ആട്ടോ. ഏത് കറി വെക്കാണെങ്കിലും കണക്കണ്ട. കണ്ടോ, മതി. ഇനിയിപ്പോ അങ്ങനെ തന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മാമ്പഴ പുളിശ്ശേരിയും പയറുപ്പേരിയും എല്ലാം കൂടി ചോറ് വന്നു കേട്ടോ.
നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ മാമ്പഴ പുളിശ്ശേരി കഴിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു മാമ്പഴ പുളിശ്ശേരി. ജാം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി വേഗം കഴിയും. ഈ അരിയിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ മാങ്ങ. പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പിള്ളേർക്കായാലും കറികളൊന്നും കൂട്ടാത്ത പിള്ളേരില്ല. എന്റെ മോനെ പോലുള്ള ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ബ്രെഡിലൂടെ അല്ലേ? അപ്പോൾ ചട്ടി ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ച മാങ്ങ ചേർക്കുവാണേ. അതിൻ്റെ കൂടെ തന്നെ ഏലയ്ക്കും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാട്ടോ, അതും ചേർക്കുവാണേ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അതൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ജാം റെഡിയാവും. എന്നിട്ട് ഞങ്ങളത് തണുത്തതിൻ്റെ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് ഞങ്ങൾക്കത് ബ്രെഡിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺഡ്.